ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ടോപ്സുകളാണ് കാണിച്ചു തരുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ഡ്രസ്സ് ആട്ടോ, സൂപ്പർ കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പാട്ടോ. ഇങ്ങനെ സ്ട്രൈപ്സ് ആണ് വരുന്നത്, കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. സ്ലീവ്ലെസ് ആണ്, എക്സ്ട്രാ സ്ലീവ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആൻഡ് ഫ്രണ്ടിലാണെങ്കിൽ ഓപ്പൺ ആട്ടോ, ഇവിടെ ബട്ടൺസോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഇവിടെ ടൈ ചെയ്ത് വെക്കാൻ 3 വള്ളിയുണ്ട്, നമുക്ക് ബോ പോലെ കെട്ടി വെക്കാം. പിന്നെ എല്ലാ ടോപ്സും സൈഡിൽ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആണ്. ആൻഡ് ഞാൻ അതൊരു ജീൻസിൻ്റെ കൂടെ ആട്ടോ ഈ ഒരു ടോപ്പ് സ്റ്റൈൽ ചെയ്യുന്നത്. ജീൻസ് ഞാൻ H&M എന്ന് പർച്ചേസ് ചെയ്തതാണ്, അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പ്ലീറ്റ്സ് ഉണ്ട് ഫ്രണ്ടിലും ബാക്കിലും. ഞാൻ മേടിച്ച മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റ് ആട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു വൈറ്റ് ക്യാമിസോൾ വെച്ചിട്ടാട്ടോ പെയർ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. വേറെ 2 കളർ ചേഞ്ചസും കൂടി അവൈലബിൾ ആട്ടോ. പിങ്ക് ഉണ്ട്, പിന്നെ ബ്ലാക്കും ഉണ്ട്. പിങ്ക് സ്ട്രൈപ്സ്, ബ്ലാക്ക് സ്ട്രൈപ്സ്. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്ത് 310 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ടോപ്പാണ്, ക്രോപ്പ് ടോപ്പ് ആട്ടോ. പഫ് സ്ലീവ്സ് ആണ്, സ്ലീവ്സിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് ഉണ്ട്. പിന്നെ ഫ്രണ്ട് നെക്കിൽ എലാസ്റ്റിക് ഉണ്ട്, ഷോൾഡേഴ്സിലുണ്ട്. ഇവിടെ എലാസ്റ്റിക് വരുന്നില്ല. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ ഇവിടം വരെ ഇങ്ങനെ പ്ലീറ്റഡ് ആട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. ഫ്രണ്ടിൽ കുറച്ച് ഇറങ്ങിയിട്ടാട്ടോ, ബാക്കിൽ സ്ട്രെയിറ്റ് തന്നെയാണ്. മെറ്റീരിയൽ വരുന്നത് ലൈക്രയാണ്. അപ്പോൾ ഞാൻ അത് പർച്ചേസ് ചെയ്ത് 312 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ക്രോഷേ മോഡൽ ടോപ്പാണ്. ബാക്കിൽ പ്ലെയിൻ ആണ്, ഫ്രണ്ടിൽ ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ ബട്ടൺസ് ഉണ്ട്. നമുക്കിതൊരു ജാക്കറ്റായിട്ടും സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഞാനിവിടെ സൈഡിൽ ഒരു ടോപ്പായിട്ടാണ്, ജീൻസിൻ്റെ കൂടെ ഒരു ടോപ്പായിട്ടാണ് സ്റ്റൈൽ ചെയ്യുന്നത്. ഞാനത് 1 സൈസ് അപ്പാട്ടോ പർച്ചേസ് ചെയ്തത്, ജാക്കറ്റൊക്കെ ആയിട്ട് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ. പക്ഷേ ലാർജ് ആട്ടോ, എനിക്ക് ടോപ്പായിട്ട് സ്റ്റൈൽ ചെയ്യുമ്പോഴും ലാർജാണ് എനിക്ക് കറക്റ്റ്. ആൻഡ് അതിൻ്റെ വേറെ 2 കളർ ചേഞ്ചസ് ഉണ്ട്. പിന്നെ ഞാൻ അത് മേടിച്ചത് 298 റുപ്പീസിനാട്ടോ. ആ ഒരു പ്രൈസിന് അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമുക്ക് ജാക്കറ്റ് പോലെ സ്റ്റൈൽ ചെയ്യാം, ടോപ്പായിട്ട് സ്റ്റൈൽ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ റിബ്ഡ് ആയിട്ടുള്ള വൈറ്റ് ടോപ്പില്ലേ, ഇവിടെ ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട്, റിബ്ഡ് ആയിട്ടുള്ള വൈറ്റ് ടോപ്പ്. അതിൻ്റെ മേലെ ഈ ഒരു ടോപ്പ് വരുന്ന പോലെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യണം. പല രീതിയിൽ ഇത് സ്റ്റൈൽ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ആട്ടോ ഇത്. അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ ക്രോപ്പ് ടോപ്പാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള ടോപ്പ് ആട്ടോ ഇത്. ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ ഇങ്ങനെ 2 വള്ളിയുണ്ട്, നമുക്ക് ടൈ ചെയ്ത് വെക്കാം. ഞാൻ അതിൻ്റെ ക്ലോസപ്പ് കാണിച്ചു തരാം കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇവിടെ ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും, ഒരു ഹോള് പോലെ. അപ്പം അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ടോപ്പാണ്. ആൻഡ് ഇവിടെ ആണെങ്കിൽ എലാസ്റ്റിക് ഉണ്ട് ഷോൾഡേഴ്സിൻ്റെ അവിടെ. അപ്പോൾ ഇതിൻ്റെ വേറെ കുറേ കളർ ചേഞ്ചസ് അവൈലബിൾ ആട്ടോ. ഞാൻ മേടിച്ചത് പർപ്പിൾ ആണ്. ഞാൻ എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം തന്നെയാണ് പർച്ചേസ് ചെയ്തത്, എനിക്ക് കറക്റ്റാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ടോപ്പാട്ടോ, ലൈക്ര ആട്ടോ മെറ്റീരിയൽ വരുന്നത്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 246 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ടൈ ഡൈ മോഡൽ ഫുൾ സ്ലീവ് റിബ്ഡ് ടോപ്പാണ്. ലൈക്ര ആട്ടോ മെറ്റീരിയൽ, അപ്പോൾ നന്നായി സ്ട്രെച്ച് ആവും. ഇതിൻ്റെ വേറെ കുറേ കളർ ചേഞ്ചസ് അവൈലബിൾ ആട്ടോ. അത് റിബ്ഡ് ആയിട്ടാണ് വരുന്നത്, ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ബാക്ക്, ഫുൾ സ്ലീവ് ആട്ടോ. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്തത് 1 സൈസ് അപ്പാട്ടോ. എനിക്ക് ഫുൾ സ്ലീവ് വരുന്ന റിബ്ഡ് ടോപ്സ് ഇടയ്ക്ക് ടൈറ്റ് ആവാറുണ്ട്, അപ്പോൾ ഞാൻ 1 സൈസ് അപ്പാണ് പർച്ചേസ് ചെയ്തത്, ലാർജ്. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ച് ലൂസാണ്, അപ്പോൾ നന്നായി സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മീഡിയം ആണെങ്കിലും എനിക്ക് കറക്റ്റായിരുന്നേ. പിന്നെ ഇതിൻ്റെ പിങ്ക് ഞാൻ മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഞാനിവിടെ സൈഡിൽ സ്റ്റൈൽ ചെയ്യാം. ഞാനത് പർച്ചേസ് ചെയ്തത് 224 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ടൈ ഡൈ മോഡൽ ഷർട്ടാണ്. ക്യാമറയിൽ പക്ഷേ വേറൊരു കളറായിട്ടാട്ടോ, ഭയങ്കര വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ളൊരു കളറായിട്ടാട്ടോ. പക്ഷേ ഇത് നേരിട്ട് ഗ്രീൻ കളറാണ്. ക്യാമറയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറായിട്ടാട്ടോ കാണിക്കുന്നത്.
വിത്ത് ഗ്രീൻ കളറാണ്. പിക്ചറിൽ കാണിക്കുന്ന പോലെ തന്നെ ഗ്രീൻ കളറാട്ടോ. ഷോർട്ട് സ്ലീവ്സ് ആണ്. ഞാനിവിടെ ബട്ടൺസ് അഴിച്ചിട്ടിരിക്കുക കേട്ടോ. ഞാനിവിടെ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, ഓപ്പൺ ആയിട്ടാണ്. ഒരു ജാക്കറ്റ് പോലെ കേട്ടോ ഞാനിവിടെ സൈഡിൽ സ്റ്റൈൽ ചെയ്യുന്നത്. നമുക്കൊരു ഷർട്ട് മോഡലും സ്റ്റൈൽ ചെയ്യാൻ പണ്ട് ഇതിൻ്റെ ഒരു പിങ്ക് കളർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ ഷർട്ട് മോഡൽ തന്നെയാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്, ഒരു ക്യൂലോട്ട്സിൻ്റെ കൂടെ. അപ്പോൾ ഇതിൻ്റെ വേറെ 4 കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പോളിസ്റ്റർ ആട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാട്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാനത് 1 സൈസ് അപ്പ് ആട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ള, ജാക്കറ്റ് പോലെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പണ്ട് മേടിച്ചെന്ന് പറഞ്ഞില്ല, അത് ഞാൻ ലാർജാണ് പർച്ചേസ് ചെയ്തത്, ലൂസ് ഫിറ്റ് പോലെ സ്റ്റൈൽ ചെയ്യാൻ. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്തത് 386 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ക്രോഷേ മോഡൽ ടോപ്പാണ്. കോളേർഡ് ആയിട്ടുള്ള ടോപ്പാട്ടോ, സ്ലീവ്ലെസ് ആണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ലേസ് ഉണ്ട് കേട്ടോ, കുഞ്ഞ് ലേസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ മീഡിയം സൈസാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് കുറച്ച് ടൈറ്റാണ് കേട്ടോ, അധികം ടൈറ്റില്ല, ചെറിയ രീതിയിൽ ടൈറ്റാണ്. പിന്നെ ഇതിൻ്റെ കോളർ ഇല്ലാത്ത ഒരു മോഡലും കൂടി അവൈലബിൾ ആണ് കേട്ടോ. അതിൻ്റെ സ്ട്രൈപ്സ് കുറച്ചുകൂടി വീതിയുണ്ട്. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തത് 401 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ക്യൂട്ട് റിബ്ബഡ് ടോപ്പാണ്. ഷോർട്ട് സ്ലീവ്സ് ആണ്. ഇവിടെ ആണെങ്കിൽ ബോ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ എലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ചുരുങ്ങിയിരിക്കും. അപ്പോൾ ഇത് റിബ്ഡ് ആയിട്ടുള്ള ടോപ്പാണ്. നല്ല സ്ട്രെച്ചബിൾ ആട്ടോ, ലൈക്രയാണ് മെറ്റീരിയൽ. പിന്നെ ഇതിൻ്റെ വേറെ കുറേ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ഇത് പിക്ചറിൽ ഒരു പീച്ച് ഷെയ്ഡാട്ടോ, പക്ഷെ നേരിട്ട് ഇത് കുറച്ചുകൂടി ഒരു പിങ്ക് ഷെയ്ഡാണ്. ഞാനത് മേടിച്ച എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം തന്നെയാട്ടോ, എനിക്ക് കറക്റ്റാണ്. കാരണം ഇത് നന്നായി സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഞാനത് പർച്ചേസ് ചെയ്ത് 161 റുപ്പീസിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.